ഹായ് ഫ്രണ്ട്സ്, ഒട്ടും എണ്ണ കുടിക്കാത്ത എത്ര നേരം കഴിഞ്ഞാൽ നമ്മൾ ചുടുമ്പോഴുള്ള അതേപോലെ മാവ് നല്ല ബബ്ബിളിയായിട്ട് പൊന്തി നിൽക്കുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള പഴംപൊരിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് ആദ്യം തന്നെ ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിനി 2-2.5 കൈയിലുള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ള് മാത്രം നമുക്ക് അപ്പക്കാരം സോഡാപ്പൊടി അതിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 1/4 ടീസ്പൂൺ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചിലർ ഫുഡ് കളർ ഇട്ട് കൊടുക്കും. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, അതാണ് ഹെൽത്തി. ഒരു നുള്ള്, ഒരു പിഞ്ച് മാത്രം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടി പോകരുത്, അതുപോലെ കുറഞ്ഞു പോകരുത്. ഈ ഒരു രീതിക്ക് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ. നമ്മൾ കേക്കിൻ്റെയൊക്കെ മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആ ഒരു രീതിക്ക് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇതാണ് ഏറ്റവും മെയിൻ പ്രധാനം. ആ ഒരു രീതിക്ക് തന്നെ മിക്സ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് കരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ഒഴിവാക്കാം, ഒന്നും കുഴപ്പമില്ല. ഇനി പഴത്തിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നേന്ത്രപ്പഴം 2 പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് ഞാനത് ഹാഫായിട്ട് ആദ്യം നേർപകുതിയായിട്ട് കട്ട് ചെയ്യാണ്. നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു രീതിക്കാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഞാനൊരു കട്ട് ചെയ്യുന്നത്. ഒരു മീഡിയം സൈസ് തിന്നിൽ വേണം നമുക്ക് കട്ട് ചെയ്യണം. ഒരുപാട് തിന്നായിട്ട് കനം കുറച്ച് കട്ട് ചെയ്യരുത്, ഒരുപാട് കട്ടിയിലും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു മീഡിയം സൈസിൽ ഈ ഒരു രീതിക്കുള്ള കട്ടിയിൽ വേണം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതേ രീതിക്ക് ഞാൻ ഇതുപോലെ ആദ്യം 2 പഴം ഇതേ രീതിക്കൊന്ന് കട്ട് ചെയ്യാണ്. എന്നിട്ട് നല്ല ഓയിൽ ചൂടാക്കാൻ വെച്ച് കൊടുക്കാം. നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മുക്കി പൊരിക്കാം കേട്ടോ. അപ്പോൾ ഓരോരോ പഴമായിട്ട് ഇതേപോലെ ഞാൻ മുക്കി നേരെ ഇതുപോലെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഓരോന്ന് പൊരിക്കുമ്പോൾ തന്നെ നല്ല ബബ്ബിളിയായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നമുക്കിത് പൊന്തി കിട്ടും കേട്ടോ. മാവ് ഒട്ടും എണ്ണ പിടിക്കില്ല, ക്രിസ്പി ഉണ്ടാവും, നല്ല സോഫ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഒട്ടും എണ്ണ പിടിക്കാത്ത നല്ല എത്ര നേരം ചൂടാറിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ബബ്ബിളിയായിട്ട് ഈ പഴംപൊരി ആവട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇടയ്ക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കണം. ഫസ്റ്റ് ട്രിപ്പിലെ ഓയിലിൻ്റെ ഒരു ചൂട് അടുത്ത ട്രിപ്പിലെ ചൂട് ഒന്ന് കറക്റ്റായി വരുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ 3 ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. അടുത്ത ട്രിപ്പിലിടുമ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും, നല്ല ഫ്ലഫി ആയിട്ടും കിട്ടും കേട്ടോ. ഒട്ടും എണ്ണ പിടിക്കില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്കിതൊന്ന് മാറി കോരിയെടുക്കാം കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് നേരെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് ഞാൻ ഇതുപോലെ ഓരോന്നായിട്ട് മുക്കി പൊരിക്കാം കേട്ടോ. ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ടെടുക്കാം. ഇപ്പോഴും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അത് ഓൾ എന്ന ഓപ്ഷനുകൾ തൊട്ടെടുക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്ര ആൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, അത്ര ആളും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. കണ്ടില്ല, ഓരോന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് പഴംപൊരി ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, ഇത്ര സോഫ്റ്റായിട്ട് നല്ല ബബ്ബിളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ ട്രിപ്പായിട്ട് ഞാൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഈസി ആയിട്ട് ആര് വന്നാലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കുട്ടികൾക്കും ഈവനിങ് ചായക്കും ഉണ്ടാക്കിയെടുക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.